Hi children, welcome back to my channel Smart School Student. എക്സാമൊക്കെ എളുപ്പമായിരുന്നു വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. സോ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് 2018-19 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് കേട്ടോളൂ. എഗെയിൻ 2 hours ആണ് എക്സാം. 50 minutes സ്കൂൾ ഓഫ് ടൈമാണ്. മാത്സ് എക്സാം പോലെ തന്നെ 8 ആക്ടിവിറ്റീസ് തരും. അതിൽ 6 എഴുതിയാൽ മതി. ഇനി ഒരു ആക്ടിവിറ്റിയിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും തന്നെ നമ്മൾ എഴുതണം. അപ്പോൾ ഫസ്റ്റ് ഇത് നിങ്ങളോട് പറഞ്ഞോട്ടെ, ഇതൊരു തിയറി എക്സാമാണ് സോഷ്യൽ സയൻസ് എന്നുള്ളത്, സോഷ്യൽ സ്റ്റഡീസ്. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യനും വൺ വേർഡ് അല്ലാത്ത ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഓരോ പാരഗ്രാഫായിട്ട് പോയിൻ്റ് ഇങ്ങനെ ഒരു ഡോട്ടഡ് പിന്നെ ആൻസർ ചെയ്താൽ പോയിൻ്റായിട്ട് എഴുതുകയും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വരുമ്പോൾ അത് അണ്ടർലൈൻ ചെയ്യുകയും ചെയ്താണ്ടല്ലോ യുവർ ആൻസർ ഷീറ്റ് വിൽ ബി മോർ പ്രസൻറ്റബിൾ. ഇവൻ എഴുതുന്നത് തെറ്റാണെങ്കിൽ പോലും ആ ഭംഗി കണ്ട് കുറച്ച് മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി 1. Architectural splendor of medieval period is evident in the construction of churches at that period. ഒരു പിക്ചർ തന്നിട്ടുണ്ട് ചർച്ചിൻ്റെ. ആ പിക്ചർ കാണുമ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം ഈ സെയിം പിക്ചർ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു വെക്കുക. അതിൽ നിന്നാണ് കൃത്യമായിട്ട് അത് ആദ്യം വായിച്ച് പഠിച്ചിട്ട് വേണം ബാക്കി നോട്ട്സോ ബാക്കി ഏത് ക്വസ്റ്റ്യൻ പേപ്പറോ ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. എന്നാലേ നമുക്കിതിനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ആർക്കിടെക്ചറൽ style of this church constructed in 12th century. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മെഡീവൽ പീരീഡ് ആണ്, 12th century ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് ദ മേജർ ഫീച്ചർ ഓഫ് ദി സ്റ്റൈൽ. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ഒരുമിച്ച് പറയാൻ പോകണം കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഏത് പേജ് നമ്പർ ആണെന്നും ഞാൻ പറയാം. ടെക്സ്റ്റ് ബുക്കിലെ 125 പേജിലാണ് ഇത് കിടക്കുന്നത്. Okay, a new style of architecture known as the Gothic involved by the 12th century CE. So, അപ്പോൾ ചർച്ചിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സോ ദ ആൻസർ ഇസ് ഗോത്തിക് സ്റ്റൈൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു വാട്ട് ഈസ് ദ മേജർ ഫീച്ചർ ഓഫ് ദ സ്റ്റൈൽ. നോക്കി മേജർ ഫീച്ചർ എന്താണെന്നും ലാസ്റ്റ് സെൻറ്റൻസിൽ കൊടുത്തിട്ടുണ്ട്. സോ ദ മേജർ ഫീച്ചർ ഇസ് പോയിൻറ്റഡ് ടവേഴ്സ് ആർ എ മേജർ ഫീച്ചർ ഓഫ് ദി സ്റ്റൈൽ. അപ്പോൾ നിങ്ങൾ ഈ ആൻസർ എഴുതി കഴിയുമ്പോൾ ആ പോയിൻറ്റഡ് ടവേഴ്സ് എന്നുള്ളത് പെൻസിലും സ്കെയിലും വെച്ച് അണ്ടർലൈൻ ചെയ്താണ്ടല്ലോ അത് കുറച്ചുകൂടി നിങ്ങളുടെ ആൻസർ ഷീറ്റ് കാണാൻ വളരെ ഭംഗിയുള്ളതായിരിക്കും കേട്ടോ. സോ ക്വസ്റ്റ്യൻ നമ്പർ സി, ഫോളോയിങ് other universities that were established in the medieval Europe. Find out and write in which countries these universities were established. ഈ യൂണിവേഴ്സിറ്റീസൊക്കെ ഏത് സ്ഥലത്താണ് കൺട്രീസിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ യൂണിവേഴ്സിറ്റീസ് തന്നിട്ടുണ്ട്, പാദുവ, പാർമ, പാരീസ് ആൻഡ് ഓക്സ്ഫോർഡ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സ്പെയിൻ, ഇറ്റലി, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി. സെയിം പേജിൽ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്. പാദുവ ഇറ്റലി, പർമ സ്പെയിൻ, പാരീസ് ഫ്രാൻസ്, ഓക്സ്ഫോർഡ് ഇംഗ്ലണ്ട്. ആക്ടിവിറ്റി 1 മനസ്സിലായെന്ന് കരുതുന്നു. ദ നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 2. The rule of kings came into being in Kerala with Mahodayapuram as its capital during the 9th century. These rulers were known as Perumals. First question is, which was the southern boundary of Mahodayapuram during the reign of Perumals? Options: A. Kolathanadu, B. Vallunadu, C. Wayanadu and D. Erlanadu. Page number 133 ആൻസർ കൊടുത്തിട്ടുണ്ട്. സോ ദ ക്വസ്റ്റ്യൻ വാസ് മഹോദയപുരത്തിൻ്റെ ബൗണ്ടറി എവിടെ വരെയായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ വായിച്ചു നോക്കി. യു ക്യാൻ സീ ദാറ്റ് ദ റെയിൻ ഓഫ് പെരുമാൾസ് എക്സ്റ്റെൻഡഡ് ഫ്രം കോലത്തനാട് ഇൻ ദ നോർത്ത് ടു വേണാട് ഇൻ ദ സൗത്ത്. സതേൺ ബൗണ്ടറിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോർത്തിലെ ബൗണ്ടറിയാണ് കോലത്തനാട്, സതേൺ ബൗണ്ടറി എവിടെയാണ്? വേണാട്. സോ ദ ആൻസർ ഇസ് വേണാട്. So moving on to question number B, write a note on the socio-economic features during the period of Perumals. അതേ പേജിൽ തന്നെയാണ് ഇതിൻ്റെ ആൻസറും കൊടുത്തിട്ടുള്ളത്. Let's examine the social economic features of these regions during the reign of the Perumals.
അപ്പോൾ ഗ്രോത്താണ് ചോദിക്കുന്നത്. കറക്റ്റായിട്ട് പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. യെല്ലോ കളറിലുള്ള മാർക്കിംഗ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി പെൻ വെച്ചിട്ട് ബ്ലൂ ഓർ ബ്ലാക്ക് ഏതാണ് നിങ്ങൾ യൂസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് തിക്കായിട്ടിട്ട് ഇതുപോലെ പോയിൻ്റായിട്ടാണ് എല്ലാ ആൻസേഴ്സും എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കാം. അഗ്രികൾച്ചർ ഫ്ലറിഷ്ഡ് ഇൻ ഏരിയാസ് ക്ലോസ് ടു വാട്ടർ റിസോഴ്സസ്. വെള്ളത്തിൻ്റെ അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളിലെയും കൃഷി ഫ്ലറിഷ് ചെയ്തു. ബ്രാഹ്മിൻസ് എസ്റ്റാബ്ലിഷ് ദിയർ പവർ ഇൻ അഗ്രികൾച്ചർ വില്ലേജസ്. ബ്രാഹ്മിൻസ് ആണ് ഈ വില്ലേജസിൻ്റെയൊക്കെ പവർ ഏറ്റെടുത്തത്. ടെമ്പിൾസ് ഡെവലപ്ഡ് ആസ് സെൻറ്റേഴ്സ് ഓഫ് പവർ. ടെമ്പിൾസ് കൂടുതൽ വന്നു. Then the ownership of farm lands was vested with the Brahmins. ഈ ഫാം ലാൻഡുകളുടെയൊക്കെ ഓണർഷിപ്പ് ആരുടെ കയ്യിലായി? ബ്രാഹ്മിൻസിൻ്റെ കയ്യിൽ. ആൾ ഏരിയാസ് വിത്ത് ദ പീപ്പിൾ ഹൂ ടോയിൽ ഇൻ ദ സോയിൽ. ഈ ആളരിയാസ് ആണ് ബാക്കി എല്ലാ പണികളും ഈ പാടത്തും കൃഷിസ്ഥലങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The reign of Perumalas came to an end by the 12th century. The chieftains began to rule the respective nadus. In which name was the region known? അതും ആ സെയിം പേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. The region under the control of chieftain was known as Swarupam. ഓക്കെ, കണ്ടോ സ്വരൂപം കണ്ടോ, അതാണ് എൻ്റെ ആൻസർ. Now let's move on to activity 3. Question ഞാൻ വായിക്കാം. Rotation and revolution of Earth is the cause for all geographical phenomena. Question number A. A few results of rotation and revolution are given below. Pick out the results of rotation. അപ്പോൾ റൊട്ടേഷൻ ഏതാണെന്നാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്. ഡേ ആൻഡ് നൈറ്റ് ഇസ് എക്സ്പീരിയൻസ്ഡ് വൺ ആഫ്റ്റർ ദ അതർ ഓൺ എർത്ത്. നമുക്കറിയാം റൊട്ടേഷനാണ്. വി എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് സീസൺസ്, അത് റൊട്ടേഷനല്ല റെവല്യൂഷനാണ്. ദ പാർട്ട് ഓഫ് ദ എർത്ത് ഫേസിങ് ദ സൺ എക്സ്പീരിയൻസസ് ഡേ, അത് റൊട്ടേഷനാണ്. ദ എർത്ത് ടേക്സ് 365 and 1/4 days to complete one revolution around the sun. So that will be revolution. The answer മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Next question is B. Why do we experience that the sun rises in the east and sets in the west? അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഇത് നമുക്ക് പേജ് നമ്പർ 72 കാണാം. In page number 72 we can see the answer is here. Okay, last paragraph. Okay, it is because of the rotation of the earth from west to east that the sun seems to rise in the east and set in the west. അപ്പോൾ ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Question number C. Where does the shadow of a man fall who faces the sun in the evening? അപ്പോൾ വൈകിട്ട് സണ്ണിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരാളുടെ ഷാഡോ എവിടെയായിരിക്കും പതിയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയാം. നമുക്കറിയാം ഷാഡോ എന്ന് പറയുന്നത് എപ്പോഴും ലൈറ്റ് സോഴ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും അല്ലേ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാഡോ ഇസ് ഓൾവേസ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ലൈറ്റ് സോഴ്സ്. അപ്പോൾ ആസ് ഹിസ് ഫേസ് ഇസ് ടുവേർഡ് ദ സൺ ഹിസ് ഷാഡോ വിൽ ഫോം എവിടെയായിരിക്കും? ബിഹൈൻഡ് ഹിം, ആളുടെ ബാക്കിലേക്കായിരിക്കും ആ ഷാഡോ വരുന്നത്. സോ ദ ആൻസർ ഇസ് ബിഹൈൻഡ്. So the next question is, which of the following statements about the shape of Earth is related to Sir Isaac Newton? ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് ഐസക് ന്യൂട്ടനായിട്ട് റിലേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. സോ ABCD 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഓപ്ഷനാണ്. ഇങ്ങനെയാണ് ആൻസർ. എർത്ത് ഇസ് നോട്ട് ട്രൂലി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് ബട്ട് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് പോൾസ് ആൻഡ് ബൾജ് ഇൻ ദ മിഡിൽ. കറക്റ്റായിട്ട് ഫുള്ള് സ്ഫെറിക്കൽ ഷേപ്പ് അല്ല എന്നാണ് ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ളത്. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും അതെല്ലാം സ്ഫെറിക്കൽ എന്നോട് റിലേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ 4th സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. Activity 4. Majority of the nations in the world have adopted the democratic system of rule. This is mainly because of the merits of democracy. നമുക്കറിയാം ഇന്ത്യ പോലെ തന്നെ മറ്റു പല കൺട്രീസും ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മെറിറ്റ്സ് ഓഫ് ഡെമോക്രസി. അപ്പോൾ എന്തൊക്കെയാണ് ഡെമോക്രസി എന്നാണ്, എന്തൊക്കെ മെറിറ്റ്സാണ് ഡെമോക്രസിക്കുള്ളതെന്ന് താഴെ കൊടുത്തിരുന്നതെന്ന് സെലക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി 4ൻ്റെ ആൻസർ നമുക്ക് നോക്കാം.
പേജ് നമ്പർ 146 ആൻസർ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഓക്കെ റെസ്പെക്ട്സ് ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ, അത് സിമിലറായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് റെസ്പെക്ട്സ് ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ, ദ ഫസ്റ്റ് പോയിൻറ്റ്. അതുപോലെ തന്നെ തേർഡ് പോയിൻറ്റ് റൂളേഴ്സ് ആർ ഇൻഡെപ്റ്റഡ് ടു പീപ്പിൾ, അത് തന്നെയാണ് ലാസ്റ്റ് പോയിൻ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, റൂളേഴ്സ് ആർ ഇൻഡെപ്റ്റഡ് ടു പീപ്പിൾ. പിന്നെ കറക്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഫ്രീഡം പ്രിവെയിൽസ്, അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് പോയിൻ്റ് ഇവിടെ പ്രൊട്ടക്ട്സ് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ്. സോ ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഫസ്റ്റ് പോയിൻ്റ്, തേർഡ് പോയിൻ്റ് ആൻഡ് ഫിഫ്ത്ത് പോയിൻ്റ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ബി, വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് റൈറ്റ്സ് ensured to the people by the democratic government of India. അതായത് എന്തൊക്കെയാണ് റൈറ്റ്സ് കിട്ടുന്നത് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഉണ്ടെങ്കിൽ. സോ ദ ആൻസർ ഇസ് നോക്കി സെയിം തന്നെ പേജ് നമ്പർ 147 ആൻസർ എടുക്കുന്നത്. ദ ഫോളോയിങ് ആർ സം ഓഫ് ദ റൈറ്റ്സ് എൻഷ്യൂർഡ് ബൈ ദ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് വൺ ഇസ് a right to live, right to education, freedom of speech, freedom of association. So let's move on to the activity 5. Question ഞാൻ വായിക്കാം. Earth provides enough to satisfy every man's needs, but not every man's greed. ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണിവ. അപ്പോൾ 2 questions ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. Question number A. What is the fundamental principle of resource conservation? റിസോഴ്സ് കൺസർവേഷൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ പേജ് നമ്പർ 179 കൊടുത്തിട്ടുണ്ട്. ദ ആൻസർ ഇസ് റിസൈക്ലിംഗ് ആൻഡ് റീയൂസിങ് ഓഫ് റിസോഴ്സസ് ആസ് വെൽ ആസ് റെഡ്യൂസിങ് ദെയർ യൂസ് ആർ ദ മീൻസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ടർ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സസ്. വി യൂസ് വാട്ടർ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. Electricity should be conserved. Which are the measures that you adopt to reduce the use of electricity in your home? അപ്പോൾ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന what are the measures ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഇസ് റെഡ്യൂസ് എനർജി കൺസപ്ഷൻ ബൈ എന്താണ് കുറേ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. യൂസിങ് ഫാൻസ് ആൻഡ് ലൈറ്റ്സ് ഓൺലി വെൻ നീഡഡ്, using only energy efficient electrical equipments, using LED bulbs instead of ordinary bulbs. പിന്നെ നിങ്ങൾക്ക് ഒന്നും കൂടിയും ആഡ് ചെയ്തെഴുതാം വി ക്യാൻ യൂസ് സോളാർ പാനൽസ്. അപ്പോൾ നമുക്ക് എനർജി കൺസപ്ഷൻ ഒഴിവാക്കാൻ പറ്റും. സോ നെക്സ്റ്റ് ഇസ് ആക്ടിവിറ്റി 6. Question number A വായിക്കാം. The features of rural and urban communities are given below. Classify and list them out. ഇത് റൂറലും അർബൻ കമ്മ്യൂണിറ്റീസ് തന്നിട്ടുണ്ട്. അതിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കണേ. ഇതുപോലെ ഞാൻ ആൻസർ എഴുതുമ്പോൾ യു ഹാവ് ടു ഡ്രോ 2 columns. ആ കോളംസിൽ പെൻസിൽ കൊണ്ടും സ്കെയിൽ കൊണ്ടും പ്രോപ്പറായിട്ട് വരയ്ക്കണം. എന്നിട്ട് ഹെഡിങ് എഴുതണം. ഒരു സൈഡിൽ അർബൻ കമ്മ്യൂണിറ്റീസ്, മറ്റേ സൈഡിൽ റൂറൽ കമ്മ്യൂണിറ്റീസ് എന്ന് എഴുതിയിട്ട് വേണം. അർബൻ കമ്മ്യൂണിറ്റിയുടെ അടിയിൽ ഓരോന്ന് അർബൻ കമ്മ്യൂണിറ്റീസ് എഴുതാം, റൂറലിൻ്റെ അടിയിൽ റൂറൽ എഴുതാം. അപ്പോൾ ആൻസർ നമുക്ക് കാണാം. ആരെന്ന് എഴുതിയേക്കുന്നത് റൂറൽ ഏരിയയും യു എന്ന് എഴുതിയിരുന്നത് അർബൻ ഏരിയയുമാണ്. പീപ്പിൾ നോ ഈച്ച് അതർ റൂറലാണ്. അഗ്രികൾച്ചറൽ ആൻഡ് allied activities are the important occupations, rural ആണ്. More importance to joint family system, rural ആണ്. Better neighborhood relations, അതും rural ആണ്. ഇനി urban ഏതാന്ന് നോക്കാം. Follow diverse food habits, occupation related to industry and trade, urban high population density, slums are seen in this area. ഇത്രയും urban ആണ് കേട്ടോ. അപ്പോൾ സിമ്പിൾ അല്ലേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ബി നോക്കാം. നെയിം ദ പ്ലേസ് വേ ദ ട്രൈബൽ സൊസൈറ്റി ലിവ് ടുഗെദർ. അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. ഓക്കെ, അതിൻ്റെ ആൻസർ പേജ് നമ്പർ 160 കൊടുത്തിട്ടുണ്ട്. 161 നോക്കി. ദ പ്ലേസ് വേർ ദ ട്രൈബൽ പീപ്പിൾ ലിവ് ടുഗെദർ ഈസ് നോൺ ആസ് ഊരു. സോ അതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഇനി നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ആക്ടിവിറ്റി 7. ക്വസ്റ്റ്യൻ വായിക്കാം. ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ഓഫ് കിങ്ഡംസ്.
First question, what were the geographical features that helped the Marathas to become a prominent power? മറാഠാസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഫീച്ചേഴ്സ്, ജിയോഗ്രഫി ഫീച്ചേഴ്സാണ് അവരെ ഹെൽപ്പ് ചെയ്തതെന്ന്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദി ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പേജ് നമ്പർ 15 അതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മറാഠ കിങ്ഡം എടുക്കുക. അപ്പോൾ അതിൽ the geographical features, second sentence കേട്ടോ, the geographical features of the region helped the growth of the Marathas. അതെന്താണ് ഫീച്ചേഴ്സ്? The Vindhya Satpura mountain ranges and the Narmada Tapti rivers separated the Maratha region from the nearby regions. These geographical features offer natural protection to it. മാത്രമല്ല, the Marathi language and literature instilled a sense of unity among the Marathas. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. Second question, what was the title adopted by Shivaji, the major ruler of Maratha kingdom? അപ്പോൾ ഇത് അഡോപ്റ്റ് ചെയ്ത ടൈറ്റിൽ ഓക്കെ ഛത്രപതി എന്നാണ് അഡോപ്റ്റ് ചെയ്ത ടൈറ്റിൽ. Question number C, what were the geographical features that helped Delhi to grow as a center of power? ഇതിൻ്റെ ആൻസർ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാം. ഡൽഹി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഇൻഡോ-ഗാംഗ്നറ്റിക് പ്ലെയിൻ. The fertility of the region has been favorable for agricultural progress. So that should be your first point. പിന്നെ എഴുതാം, Aravalli mountain ranges helped Delhi to resist the invasions of enemies. അതെഴുതാം. The massive rocks of this mountain range supplied the stones for the construction of forts and buildings. The river Yamuna facilitated water transportation and ensured enough water supply for Delhi. Next question is activity 8. In medieval India, towns were developed centralizing the production centers and markets. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവറാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, കൊല്ലം, മഹാബലിപുരം, ഹംപി, സൂററ്റ് ആൻഡ് കൽക്കട്ട were the major trade centers of medieval India. Mark these centers in the given outline map. Outline മാപ്പിൽ എന്ത് മാർക്ക് ചെയ്യാൻ, ഇതൊക്കെ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 25 കൊടുത്തിട്ടുണ്ട്. സൂററ്റ്, കൽക്കട്ട, ഹംപി, കൊല്ലം, മഹാബലിപുരം. നമ്മുടെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല പ്രോപ്പറായിട്ട് ആൻസർ എഴുതുക. ഓൾ ദി ബെസ്റ്റ്.